എടാ, നമ്മൾ ഓൺലൈൻ സാരി ബിസിനസ് തുടങ്ങാതെ എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ തൂമ്പയ്ക്ക് വരെ ആ സാരി ഉടുത്തി പറമ്പ് ഫുള്ള് ഫോട്ടോഷൂട്ട് നടത്തേണ്ടി വന്നേനെ. അല്ലെങ്കിൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു. വൈശാഖേ, എന്നിട്ടാണോടാ ക്ലൗഡ് കിച്ചന് വേണ്ടി നമ്മൾ ആ ഗോഡൗൺ ഫുൾ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടത്? നമ്മൾ 90s കിഡ്സേ മസ്റ്റായിട്ട് പോകുന്ന കുറച്ച് ട്രെൻഡുകളുണ്ട്. അതെന്താ എന്ന് വെച്ചാൽ +2 ബയോളജി എടുക്കുക, അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിനോ മെഡിക്കലിനോ റിപ്പീറ്റിന് പോവുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവന്മാർ നേരെ സിനിമ എടുക്കാൻ പോകും. അതിപ്പോൾ ഡിഗ്രി ആണെങ്കിലോ കുറച്ചവന്മാർ PSC കോച്ചിങ്ങിനും. ആ ശ്രേണിയിലെ ഏറ്റവും അവസാനത്തെ ട്രെൻഡാണ് നമ്മളെപ്പോലെ ജോലി എടുത്ത് മടുത്തവന്മാർ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇടാന്നുള്ളത്. നമ്മൾ പ്ലാനിങ് മാത്രമല്ലല്ലോ, എക്സിക്യൂഷൻ അല്ലേ. പിന്നെ കൃഷിക്കാൻ വലിയ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കുഴിയെടുക്കുക, ചെടിനടുക, കുഴിയെടുക്കുക, ചെടിനടുക. എടാ മോനെ, അച്ചുവേ നീ വന്നേടാ. പെങ്ങടെ കുരുപ്പ പയ്യൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പഠിക്കട്ടെ. ഇനി വന്നേടാ. എടാ, ഇതാണ് വാഴക്കന്ന്. ഇത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞ് കുഴിയിലോട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? നല്ല വലിയ വാഴ കിട്ടും. അത് നിറച്ച് പഴവും. വാഴ നടുമ്പോ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്താ നല്ല വാഴക്കൊല ഉണ്ടാവുന്ന. അല്ല, അത് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? സാറ്, ഞങ്ങളുടെ സ്കൂളിൽ കൃഷിയുണ്ട്. ഓഫ്, ആണല്ലേ? കൃഷിയുണ്ടല്ലേ? വിട്ടോ വിട്ടോ വിട്ടോ. ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സംസാരം കേട്ടാൽ പ്രൈവറ്റ് സ്കൂളിൽ പൈസ കൊടുത്ത് പഠിക്കുന്ന പോലെ. എടാ, ഗവൺമെൻറ് സ്കൂളൊന്നും പഴയ പോലെയല്ല. മുതലേ കൃഷി വരെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഹൈടെക്കാണ്. എടാ, ഈ കൃഷി സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയെങ്കിലേ കോമ്പറ്റീഷൻ കുറച്ച് ടഫായിരിക്കും. നമുക്ക് വേറെന്തെങ്കിലും ബിസിനസ് ഐഡിയ തുടങ്ങിയാലോ? ബൺ മസ്കിൻ ചായയും. നീ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ബൺ മസ്കിൻ ചായ. ആണല്ലേ? എന്നാ അത് പഠിക്കാം.